ഇന്ന് ഞാൻ കാണിക്കുന്നത് ആവോലി വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് ആവോലി വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളെ കയ്യിൽ ഏതാ മീനുള്ളതെന്ന് വെച്ചാൽ അതിനെ കൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ റമദാനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിക്കനൊക്കെ കൂട്ടി മടുക്കുന്ന സമയത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു ഐറ്റം കൂടിയാണ് ഇത്. അപ്പോൾ ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ചപ്പാത്തിക്കായാലും പൊടിപ്പത്തിരിക്കായാലും അതുപോലെ തന്നെ നെയ്ച്ചോറ് എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുക വെച്ചാൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് തരണേ. അപ്പോൾ ഇതാ ഞാൻ ആവോലി ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. തലഭാഗം ഞാനതുപോലെ തലഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ നടുവച്ചിട്ട് ചീന്തി എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യട്ടോ. പക്ഷെ ഞാൻ ഇതേപോലെയാണ് കേട്ടോ ആവോലി അധികവും കട്ട് ചെയ്യൽ. ഇതുപോലെ നീളത്ത് കട്ട് ചെയ്തതിന് ശേഷം അതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുഴുവനായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കട്ടെ. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മളിപ്പോൾ അത്യാവശ്യം മീനൊക്കെ ഫ്രൈ ആക്കുന്നില്ലേ, അതേപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയാണ് ഞാൻ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മാത്രമാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഇതിൽ വേറെ മസാലപ്പൊടിയും കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ മാത്രം മതിയാവേ. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിന് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ആദ്യം തന്നെ. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ മസാലപ്പൊടികളും ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ ബാക്കി സംഭവം ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിലേക്ക്. അപ്പോൾ അതിൽ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ലോണം മൊരിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് സൈഡൊന്ന് കളറൊന്ന് മാറി വന്നാൽ മതിയേ. അപ്പോൾ ഈ ഒരു മഞ്ഞൾ മുളകൂല അതിലേക്കൊന്ന് പിടിച്ച് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ മീൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 പുറവും ഒന്ന് കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് തീ ഓഫാക്കാം. കുക്കറൊന്ന് ചൂടായി വന്നാൽ നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക് ഇട്ട് ചേർത്ത് കൊടുക്കുക. ഉള്ളി ഞാനിവിടെ ഇപ്പോൾ എടുത്തത് ഒരു 2 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 വലിയ ഉള്ളിയാണ് എടുത്തത്. പിന്നെ ഞാനിവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്, അതും ഒന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, എരിവിന് ആവശ്യമായ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അധികം വഴറ്റേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്ന്. ഉള്ളി വഴന്ന് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചുവന്നുള്ളി ചതുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നല്ലോണം ചതുക്കിയെടുത്തത്. അതിന് ഞാൻ കുറച്ച് മുമ്പ് ചുവന്നുള്ളി ഒരു 5-6 ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അത് ഉള്ളി മാളുന്ന ആ സമയത്ത് ഒന്ന് അതിൻ്റെ ഒപ്പം ഒന്ന് മൂത്ത് വന്നോളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ആയിക്കുണ്ട്. ഒന്ന് ചെറുങ്ങനെ ഒരു കളറൊന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ തന്നെ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് കസൂരി മേത്തിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക. ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്
1 ടീസ്പൂണ് മല്ലിപ്പൊടി അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം മസാലപ്പൊടികളൊന്നും കൂടി പോകാൻ പാടില്ല കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ ആക്കുന്നില്ലേ, അതിനെക്കാട്ടിലും ലേശം കൂടുതൽ മാത്രമാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നല്ലോണം ഒന്ന് പിസിലടുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കണേ. പിന്നെ ലാസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിന ചപ്പും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലോണം ഞാൻ പിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. 2 വിസിലാണ് അടിക്കുമ്പോഴത്തേക്ക് ഇതേപോലെ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ. നല്ലോണം വെന്ത് ഉടഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ ഇത് നമ്മളെ മീനിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഫ്രൈ ആക്കിയ മീനില്ലേ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം വേറെ പണികളൊന്നുമില്ല. ഇതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ, മീൻ പൊടിഞ്ഞ് പോകാണ്ട് ഇതേപോലത്തെ സ്പാച്ചില വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മെല്ലെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ആ മീനിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ മസാല ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലാക്കി വെക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സമയത്ത്. ഈ ഒരു മസാല ഈ ഒരു മീനും പിടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, നമ്മളെ ബിരിയാണി മസാലപ്പൊടിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. നമ്മൾ മല്ലിച്ചപ്പും പുതിന ചപ്പൊക്കെ നേരത്തെ കാലത്ത് ഇട്ടിനു കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറിന് അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിട്ടോ, എന്തായാലും ഇഷ്ടമാവും. അതുപോലെ തന്നെ നെയ്ച്ചോറ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ദമ്മിട്ട് കൊടുത്താൽ ബിരിയാണി റെഡിയായി കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ട്, ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അതുപോലെ തന്നെ മീൻകറി കൂട്ടാത്ത കുട്ടികളുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള പുതിയ വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.